സപ്ലൈകോയിലെ വിലവർദ്ധനയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. നടുത്തളത്തിൽ പ്രതിഷേധിച്ച ശേഷം അംഗങ്ങൾ സഭ വിട്ടിരിക്കുന്നു. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം. ആർ ശ്രീജിത്ത്, സബ്സിഡിയിൽ വ്യത്യാസം വരുന്നു. അതിൽ പ്രതിപക്ഷം എങ്ങനെയാണ് നിയമസഭയിൽ ഇന്ന് പ്രതിഷേധം അറിയിച്ചത്? സുജയ, സപ്ലൈകോ വിഷയത്തിലല്ല ഇപ്പോഴത്തെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്ന് വിഷയമായത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലിനെതിരെ ആലപ്പുഴ പോലീസ് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടും തുടർ നടപടികൾ സ്വീകരിച്ചില്ല എന്നതായിരുന്നു. ഷാഫി പറമ്പിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് പരിഗണിക്കാനായില്ലെന്ന് ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സ്പീക്കർ എൻ ഷംസുദ്ദീൻ നിലപാടെടുക്കുകയായിരുന്നു. റീസെന്റ് ഒക്കറൻസ് അല്ല, ഇത് നേരത്തെ ഉണ്ടായ സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മറ്റും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് സ്പീക്കർ നടത്തിയ റൂളിംഗ്. ഈ റൂളിങ്ങിനെ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തു. കാരണം കേസെടുത്തതല്ല ഞങ്ങളുടെ വിഷയം, മറിച്ച് കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടും മറ്റ് കേസിൽ തുടർ നടപടികളില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിനോടുള്ള എല്ലാ ബഹുമാനത്തോടും പറയുന്നു ഈ വിഷയം പരിഗണിക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർ അന്തിമമായി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് പ്രതിപക്ഷം അല്പനേരത്തെ ബഹളത്തിന് ശേഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തിയത്. സപ്ലൈകോ വിഷയം ഇന്ന് ആദ്യ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്പീക്കറുമായി ഒരു വാക്കുതർക്കത്തിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതിൽ മന്ത്രി ഇന്ന് സഭയ്ക്ക് പുറത്ത് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിശദീകരണം തന്നെ ആയിരിക്കുമോ സഭയിലേക്കും വരിക? അതായത് സപ്ലൈകോ പൂട്ടാതിരിക്കാൻ, സപ്ലൈകോയെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്നതിനാണ് 35% എന്ന നിരക്കിലേക്ക് സബ്സിഡി കുറച്ചു കൊണ്ടുവന്നത് എന്ന് മന്ത്രി പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ സഭയിൽ ഈ വിഷയം ഉന്നയിക്കുന്നു എന്നാണ് ഇപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചത്, അല്ലേ? ഇപ്പോൾ സദസ്യണിക്കലാണ് നടക്കുന്നത്. സദസ്യണിക്കലിന് ശേഷമാണ് സബ്മിഷൻ പരിഗണിക്കുന്നത്. ആദ്യ സബ്മിഷനായി പ്രതിപക്ഷ നേതാവ് നൽകിയ സപ്ലൈകോയിലെ വിലവർദ്ധനവ് ചൂണ്ടിക്കാണിക്കും. അതിൽ ഭക്ഷ്യമന്ത്രി മായി സപ്ലൈക്കിലൂടെ വിറ്റഴിക്കുന്ന 13 സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ സപ്ലൈകോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പരിസ്ഥിതിയിലാണ് വിലവർദ്ധനവ് എന്ന കാര്യമായിരിക്കും ഭക്ഷ്യമന്ത്രി GR അനിൽ ചൂണ്ടിക്കാണിക്കുക. മാത്രമല്ല, വിലവർദ്ധനവ് വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കില്ല. പരമാവധി വില കൂടുക ഒരു ഉൽപ്പന്നത്തിൻ്റെ അളവിന് മേൽ 44 രൂപ 50 പൈസ ആയിരിക്കും എന്ന കാര്യമാണ് സപ്ലൈകോയും അതോടൊപ്പം തന്നെ ഭക്ഷ്യവകുപ്പും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് മേൽ വലിയൊരു ഭാരമല്ല. സപ്ലൈകോ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു പരിസ്ഥിതിയിൽ നിർബന്ധിതമായതുകൊണ്ടാണ് മാത്രം വില വർദ്ധിപ്പിക്കുന്നുവെന്ന വാദമായിരിക്കും മന്ത്രി GR അനിൽ അവതരിപ്പിക്കുക. എന്നാൽ നിയമസഭയിൽ ഇത്തരം നയപരമായ തീരുമാനങ്ങളുണ്ടായാൽ സഭ ചേരുമ്പോൾ സഭയിൽ തന്നെ വിവരം അറിയിക്കണമെന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ വിവരം പുറത്തു വന്നതും ഒരുപക്ഷെ പ്രതിപക്ഷം ആയുധമാക്കിയേക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആർ ശ്രീജിത്താണ് വിവരം നൽകിയത്. ശ്രീജിത്തിലേക്ക് തിരികെ എത്താം. പ്രതിപക്ഷം ഇപ്പോൾ നവകേരള സദസ്സിനിടയിലുണ്ടായ പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസ് എടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് സഭ വിട്ടിറങ്ങിയത്.